ഫറോക്ക് അമ്പലപ്പടിയിലെ ടേക്ക് എ ബ്രേക്ക് ഷെൽട്ടർ നോക്കുകുത്തിയായിട്ട് 2 വർഷമാകുന്നു. 12 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം 2 വർഷമായിട്ടും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. പുത്തൻ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ആസൂത്രണം പാളിപ്പോയതോടെ നോക്കുകുത്തിയാവുകയാണ് നല്ലൂർ അമ്പലപ്പടി ടേക്ക് എ ബ്രേക്ക് ഷെൽട്ടർ. 2022 കെട്ടിടം നിർമ്മിച്ചു എന്നല്ലാതെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ടേക്ക് എ ബ്രേക്ക് എന്ന ഈ ഒരു സ്കീമിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ യാത്രക്കാർക്ക് ഇവിടെ കയറിയിരിക്കാനും ശുചിമുറി സൗകര്യം ഉപയോഗിക്കാനും ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുമുള്ള ഒരു സൗകര്യം ഈ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ലഭിക്കണം. അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് വരെ ഈ കെട്ടിടം പണിതിട്ട നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ അതിനാവശ്യമായിട്ടുള്ള കറണ്ട് കണക്ഷൻ ഇതുവരെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേമാതിരി വെള്ളത്തിൻ്റെ കണക്ഷൻ ഇതുവരെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. വെള്ളവും വെളിച്ചവും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടി നീളുന്നതാണ് പ്രതിസന്ധി. പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്താതിരുന്നതാണ് തിരിച്ചടിയായതെന്നും ആരോപണമുണ്ട്. തടസ്സമില്ലാതെ വെള്ളം ലഭിക്കാൻ ജപ്പാൻ പദ്ധതി കണക്ഷൻ എടുക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇതു നടന്നില്ല. വൈദ്യുതിയുടെ കാര്യത്തിലും ഇതുതന്നെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ നഗരസഭയുടെ ആസൂത്രണം പാടെ പാളിപ്പോയെന്നർത്ഥം. വർഷം 2 കഴിഞ്ഞു ഈ കെട്ടിടം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട നടപടികളൊന്നും അധികാരികളും സ്വീകരിക്കുന്നില്ല. ലക്ഷങ്ങൾ പൊടിക്കാൻ വേണ്ടിയാണോ ഇത്തരം പദ്ധതികളെന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.